السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. لكن الذين اتقوا ربهم لهم غرف من فوقها غرف مبنية تجري من تحتها الأنهار. സൂറത്ത് സുമർ 20 വചനം. തൊട്ട് മുമ്പ് അല്ലാഹു തആല ഹിദായത്ത് അതേപോലെ തന്നെ ബുദ്ധി എല്ലാം ഉള്ളവരെ സംബന്ധിച്ച് പ്രസ്താവിച്ചു. ശേഷം ഹിദായത്ത് നഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചും അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സാധിക്കുകയില്ല. ശേഷം നരകത്തിന് പറഞ്ഞതിന് ശേഷം പിന്നീട് സ്വർഗത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഖുർആൻ്റെ ശൈലി അങ്ങനെയാണ്. നരകത്തെപ്പറ്റി പറഞ്ഞാൽ ഉടനെ സ്വർഗത്തെപ്പറ്റി പറയും, സ്വർഗത്തെപ്പറ്റി പറഞ്ഞാൽ ഉടനെ നരകത്തെപ്പറ്റി പറയും. സന്തോഷവാർത്തയും മുന്നറിയിപ്പും ഇത് രണ്ടും കൂടി കലർന്നതാണല്ലോ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ആ സ്വർഗം എങ്ങനെ കരസ്ഥമാക്കേണ്ടത്, അതിനുള്ള പ്രവർത്തനം കാര്യങ്ങൾ, നരകത്തിൽ രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളാണ് ഖുർആൻ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ. അത് പ്രകാരം ഖുർആൻ നൽകുന്ന സന്ദേശപ്രകാരം എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൊണ്ട് സഹാബിയും വരെ പഠിപ്പിച്ചു കൊടുത്തു, ആ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത്. നമ്മുടെ നേതാക്കന്മാരോ നമ്മളോ അതിൽപ്പെട്ടവരോ പൂർവികന്മാരോ ആളുകളോ ഒക്കെ തന്നെ അവരുടെ മാർഗമല്ല നാം സ്വീകരിക്കേണ്ടത്. ദീനിൻ്റെ വിഷയത്തിൽ നാം സ്വീകരിക്കേണ്ട മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് പഠിപ്പിച്ചു. മാ അന അലി സഹാബി, അതായിരിക്കണം, അതാണ് ഷഹാത്ത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാത്ത് നമ്മൾ നിന്നുകൊണ്ടായിരിക്കണം നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടല്ലാതെ നമുക്ക് സ്വർഗ്ഗം കരസ്ഥമാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പഠിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതിലേക്കാണ് ഫത്തഖുല്ലാഹ് വഅത്യൂനി പ്രവാചകന്മാരൊക്കെ തന്നെ ഈ ലോകത്തോട് മനുഷ്യരോട് പറഞ്ഞത് കാര്യമാണ്. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വഅത്യൂനി, എന്നെ പിൻപറ്റുക. പിൻപറ്റൽ ആരായിരിക്കണം? പ്രവാചകന്മാരായിരിക്കണം എന്നുള്ളതിലേക്കാണ് എല്ലാ പ്രവാചകന്മാരും സൂചന നൽകുന്നത്. പക്ഷേ നേതാക്കന്മാരെ അല്ലെങ്കിൽ പൂർവികന്മാരെ ഒക്കെ പിൻപറ്റിയാൽ അവർക്ക് അബദ്ധം വരും. അബദ്ധത്തെ നമ്മൾ പിൻപറ്റിയതായി പോകും, വഴിവെച്ച് പോകും എന്നുള്ള സൂചനയും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്ത് സ്വർഗത്തെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുന്ന ഒരായത്താണെന്ന് പറഞ്ഞല്ലോ. ലാക്കിൻ അല്ലദീന തഖൗ റബ്ബഹും, തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ചിട്ടുള്ളവർക്ക്, ലാക്കിൻ പക്ഷേ അല്ലദീന യാതൊരു കൂട്ട് തഖൗ, അവർ സൂക്ഷിച്ചിട്ടുള്ളവരാണ് റബ്ബഹും അവരുടെ രക്ഷിതാവിനെ. അപ്പോൾ തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ചിട്ടുള്ളവർക്ക് ലഹും അവർക്കുണ്ട് ഉറഫും മി ഫൗഖിഹാ ഉറഫ്, ഉറഫ് മണിമാടങ്ങൾ, മി ഫൗഖിഹാ ഉറഫുൻ അതിൻ്റെ മീതെ മണിമാടങ്ങളുണ്ട്, തട്ടുതട്ടുകളായ മണിമാടങ്ങൾ അവർക്ക് സ്വർഗത്തിൽ ഉണ്ടായിരിക്കും. മബ്നിയത്തും നിർമ്മിക്കപ്പെട്ട, തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ അതിന് താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വഅദല്ലാഹ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം, ലാ യുഖ്ലിഫുൽ മിആദ് അള്ളാഹു അവൻ്റെ വാഗ്ദാനം നിശ്ചയമായും ലംഘിക്കുകയില്ല. അപ്പം തഖ്വയുള്ളവരായി ജീവിക്കുന്നവർക്കാണ് സ്വർഗം എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് എന്താണ് തഖ്വ, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായും വിട്ടു നിൽക്കുക, ഒന്നാമതായി നമുക്കുണ്ടാവേണ്ട കാര്യം അതാണ്. പിന്നീട് നിർബന്ധമായ കൽപ്പനകൾ പൂർണ്ണമായും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ശേഷം സുന്നത്തായ കർമ്മം കഴിയുന്നത്ര ജീവിതത്തിൽ കൊണ്ടുവരാം. ഇതാണ് തഖ്വയുള്ളവരായി ജീവിക്കാൻ. അങ്ങനെയുള്ളവർക്കാണ് സ്വർഗം അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിട്ടു നിൽക്കേണ്ടത്, പൂർണ്ണമായും നമ്മൾ വിട്ടു നിൽക്കേണ്ടത് ഹറാമായ കാര്യങ്ങളിൽ നിന്നാണ്. ഹറാമായ കാര്യങ്ങൾ വളരെ ഗൗരവപ്പെട്ട ഹറാമാണ് ഷിർക്ക് ചെയ്യുക എന്നുള്ളത്, അതേപോലെ ബിദ്അത്ത് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെ. മറ്റു ധാരാളമായ ഹറാമുകളുണ്ട്,
അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് നമ്മൾ വിട്ടു നിൽക്കേണ്ട ശിർക്കിൽ നിന്നുമാകുന്നു. ആരാധന അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക, അതാണ് തൗഹീദ്. തൗഹീദോട് ജീവിച്ച് മരിക്കുന്നവർക്കാണ് സ്വർഗം. തൗഹീദിൽ വിട്ടകന്ന് ആരാധനയിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന്, പ്രാർത്ഥനയോ നേർച്ചകളോ അല്ലെങ്കിൽ അതേപോലെ ഉള്ള പാപമോൻ തേടലുകളോ മറ്റെന്തെങ്കിലും ആരാധനകൾ അള്ളാഹു ഒഴിയുള്ളവർക്ക് അർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാവുന്നു എന്ത്? ഷിർക്ക്. ആരാധന അള്ളാഹുവിന് അർപ്പിക്കുക, അത് തൗഹീദ്. ആരാധനകളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് അള്ളാഹു ഒഴിയുള്ളവർക്ക് അർപ്പിക്കുക, അത് ഷിർക്ക്. അതിനെയാണ് ഒന്നാമതായിട്ട് നാം കാത്തുസൂക്ഷിക്കേണ്ടത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ഖുത്ബ പറയുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ് വശറൽ ഉമൂർ, മതകാര്യങ്ങൾ വെച്ച് ഷർറായ കാര്യങ്ങൾ മഹദാതു, അത് പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയതാണ്. സ്വർഗത്തേക്ക് കടക്കാൻ ആവശ്യമായ എല്ലാ കർമ്മങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ദീൻ അള്ളാഹു തആല പൂർത്തിയാക്കി തന്നിട്ട് ഇനി അതിൽ പെടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നല്ലത് നിലക്ക് നാം ചെയ്താൽ അതെന്താവുന്നു? അതാണ് ബിദ്അത്ത്, ളലാലത്ത്, വഴിവിശ മാർഗം. ഇത്തരത്തിലുള്ള ബിദ്അത്തിലൂടെ എന്ത് ചെയ്യുന്നു? യഥാർത്ഥ മാർഗം തെറ്റി ശിർക്കിൽ എത്തിപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് ശിർക്കിൽ എത്തിപ്പെടുവാനുള്ള കാരണം ബിദ്അത്താണ്. ബിദ്അത്തുകളിലൂടെയാണ് അള്ളാഹിൻ്റെ പ്രവാചകൻ നാം പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ. ഇപ്പോൾ മരിച്ചുപോയ മഹാത്മാക്കളുടെ സഹായഭ്യർത്ഥന അള്ളാഹിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപം തേടൽ അതും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചെന്നില്ല. അള്ളാഹുവിലുള്ള നേർച്ചകൾ അർപ്പിക്കൽ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ബിദ്അത്താണ് ഒന്നാമത്. രണ്ടാമത് ഇത്തരം ബിദ്അത്തുകളിലൂടെയാണ് ശിർക്കിൽ എത്തിപ്പെടുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കുക. അപ്പോൾ ഇത്തരം ഗൗരവപരമായ കാര്യങ്ങൾ എന്ത് ചെയ്യുക? മറ്റുള്ള ഹറാമായ കാര്യങ്ങളൊക്കെ തന്നെ വിട്ടു നിൽക്കുക. അതുപോലെ നിർബന്ധ കാര്യങ്ങൾ അത് ജീവിതത്തിൽ പാർത്ഥ്യമാക്കി, സുന്നത്തായ കർമ്മങ്ങൾ ജീവിതത്തിൽ പാർത്ഥ്യമാക്കി തഖ്വയുള്ളവരായി ജീവിച്ച് മരിച്ച് അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്തയെ അറിയിച്ച ആ ഓർഫ, തട്ടുകളായ ഓർഫകൾ, മണിമാടങ്ങൾ, കൊട്ടാരങ്ങളിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അനുബന്ധമായ ഹദീസ് കേൾപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദ്സി ഹദീസ് ആണ് പറയാം. യഖൂലു അല്ലാഹു തആല പറയുന്നു, വഅദ്ദത്തിൽ ഇബാദി സാലിഹീന, സ്വാലിഹീങ്ങളായ ഇബാദികൾ എൻ്റെ അടിയാന്മാർക്ക് ഞാൻ ഒരുക്കപ്പെട്ടിട്ടുണ്ട് മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്ത, വലാ ഉദ്നുൻ സമഅത്, ഒരു ചെവികളും കേൾക്കാത്ത, വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യൻ്റെ ഖൽബിൽ മനസ്സിൽ ഊഹിക്കാൻ പറ്റാത്ത 3 വിശേഷങ്ങൾ സ്വർഗത്തെ സംബന്ധിച്ചാണ് നമുക്ക് പറഞ്ഞു തന്നുള്ളത്. ഒന്ന്, ഒരാളും കണ്ടിട്ടില്ല, ഒരെ കണ്ണുകൊണ്ടെന്നല്ല, കാണാത്ത, അതേപോലെ തന്നെ ചെവി കൊണ്ട് കേൾക്കാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്തല്ല സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അനുഗ്രഹങ്ങളാണ് അല്ലാഹു തആല സ്വാലിഹീങ്ങളായ അടിയാന്മാർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇഖ്റഊ ഇൻ ശിഅ്തും ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയ്ൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അതിന് തെളിവായും കൊണ്ട് അല്ലാഹു തആല പാരായണം ചെയ്യാൻ നമ്മളോട് സൂറ സജദയിലെ ഒരു ഭാഗം, ഒരായത്തിലൊരു ഭാഗം, ഇഖ്റഊ, നിങ്ങൾ പാരായണം ചെയ്യും, ഇൻ ശിഅ്തും ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഫലാ തഅലമു നഫ്സുൻ, ഒരു നഫ്സും അറിയില്ല, മാ ഉഖ്ഫിയ ലഹും, അവനക്ക് രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്, മിൻ ഖുറത്തി അയ്ൻ, കണ്ണിന് ആനന്ദം നൽകുന്നത്, ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അത് പ്രവർത്തിച്ചതിന് ഫലമായും കൊണ്ട്. അതൊരു മനുഷ്യനുക്കും എന്തല്ല അറിയില്ല എന്താണത്. അതിന് വിശദീകരണമാണ് ഹദീസിലും പറഞ്ഞത്. അത്തരത്തിലുള്ള, അപ്പോൾ ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരു മനസ്സിലും നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്ത അനുഗ്രഹങ്ങളാണ് അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക്, സ്വാലിഹീങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. ആ സ്വർഗ്ഗം കരസ്ഥമാക്കുവാനായി നമ്മൾ തൗഹീദോടുകൂടി ജീവിക്കണം, ഷിർക്കിൽ നിന്ന് വിട്ടകന്ന് നിൽക്കണം, അതേപോലെ തന്നെ അനാചാരങ്ങളിൽ നിന്നും വിട്ടകന്ന് നിൽക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബന്മാർ പഠിപ്പിച്ചു കൊടുത്ത ആചാരങ്ങളിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് തഖ്വയുള്ളവരായി ജീവിച്ച് വിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് പഠിച്ചറിഞ്ഞ് അതിന് തഫ്സീറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും പഠിച്ചറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്രകാരം നമ്മൾ ഓതി പഠിച്ച് പാരായണം, അറബികൾക്ക് പാരായണം
കേട്ടാൽ അർത്ഥം അറിയാമായിരുന്നു. ഒന്നാമത്തെ ഘട്ടം അതാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പള്ളിയിൽ വെച്ചിട്ട്. രണ്ടാമതായി എന്ത് ചെയ്യണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അർത്ഥം നമ്മൾ ഉൾക്കൊള്ളണം. അള്ളാഹു ഉപദേശങ്ങളാണ്. അതേപോലെ തന്നെ ആ ഉപദേശങ്ങൾ അനുസരിച്ച് ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ കർമ്മങ്ങളും ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അത് തഫ്സീറാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ചേറ്റികൾ. അപ്പോൾ ഖുർആനും ഹദീസും പഠിച്ചറിഞ്ഞുകൊണ്ട് അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക് ഒരുക്കി വെച്ചുള്ള സ്വർഗം കരസ്ഥമാക്കുന്ന, അത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള പഠനങ്ങളെ എത്തിച്ചു കൊടുത്തുകൊണ്ട് തന്നെ സ്വർഗം കരസ്ഥമാക്കുന്ന സത്യവിശ്വാസിയുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. റബ്ബനാ വലംനാ അൻഫുസനാ വല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله.